ഇപ്പോൾ നമ്മുടെ റോബിനെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ടാലോൺ റോബിനെയും കൊണ്ട് കോർട്ട് ഓഫ് ഫൗൾസിൽ വന്നിരിക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ ടാലോൺ കോർട്ട് ഓഫ് ഫൗൾസിന്റെ പുതിയ ആർമിയുടെ ജനറൽ ആകുമ്പോൾ ടാലോണിന്റെ സ്ഥാനത്തേക്ക് റോബിനെ നിയമിക്കാൻ വേണ്ടിയാണ് റോബിനെ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ടിപ്പോൾ അവിടെ ഗ്രാൻഡ് മാസ്റ്റർ, നിനക്ക് ഈ കോർട്ട് ഓഫ് ഫൗൾസിൽ ചേരണമെങ്കിൽ ആദ്യം നീ നിന്റെ മുഖംമൂടി മാറ്റി നിന്റെ ശരിയായ ഐഡന്റിറ്റി എല്ലാവരുടെയും മുന്നിൽ തുറന്നു കാണിക്കണമെന്ന് റോബിനോട് പറയുന്നു. പക്ഷേ ഇപ്പോൾ തന്നെ മുഖംമൂടി മാറ്റണമെന്ന് പറഞ്ഞതിനോട് റോബിൻ ആദ്യം സമ്മതിക്കുന്നില്ല. അപ്പോൾ തന്നെ ടാലോൺ റോബിനോട് അങ്ങനെ ചെയ്യുവാൻ പറഞ്ഞ് നിർബന്ധിക്കുന്നു. ഇപ്പോൾ ടാലോൺ പറഞ്ഞത് കേട്ടതും റോബിൻ മുഖംമൂടി മാറ്റാൻ തീരുമാനിക്കുകയാണ്. എന്നിട്ടിപ്പോൾ റോബിൻ തന്റെ മുഖംമൂടി മാറ്റി തന്റെ മുഖം അവരുടെ മുന്നിൽ കാണിക്കുന്നു. ഇപ്പോൾ റോബിന്റെ മുഖം കണ്ടതും ഗ്രാൻഡ് മാസ്റ്ററായ സാമന്ത ഞെട്ടിപ്പോവുകയാണ്. എന്നിട്ട് ഇത് ബ്രൂസ് വെയിന്റെ വീട്ടിലുള്ള പയ്യനാണെന്ന് ഉറക്കെ പറയുന്നു. അത് കേട്ടെന്ന് റോബിൻ ഇതെങ്ങനെ നിനക്കറിയാമെന്ന് ഗ്രാൻഡ് മാസ്റ്ററിനോട് ചോദിക്കുകയാണ്. ശരിക്കും ഈ ഗ്രാൻഡ് മാസ്റ്റർ സാമന്തയാണെന്ന കാര്യം റോബിൻ അറിയത്തില്ല. എന്നിട്ടിപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ ഈ ഡേമിയനാണ് റോബിനെങ്കിൽ അപ്പോൾ ബ്രൂസ് വെയിനാണ് ബാറ്റ്മാൻ എന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ്. അത് കേട്ടതും റോബിൻ ഞെട്ടുന്നു. എന്നിട്ട് ബാറ്റ്മാൻ ബ്രൂസ് വെയിൻ അല്ല എന്നും നീ പറഞ്ഞതെല്ലാം തെറ്റാണെന്നും ഗ്രാൻഡ് മാസ്റ്ററിനോട് പേടിച്ച് ഉറക്കെ പറയുകയാണ്. പക്ഷെ അതൊന്നും ഗ്രാൻഡ് മാസ്റ്റർ വിശ്വസിക്കുന്നില്ല. മാത്രമല്ല നമ്മുടെ റോബിനെ ഒരു ഇരുമ്പ് കൂട്ടിനുള്ളിലാക്കുകയും ചെയ്യുന്നു. എന്നിട്ട് വളരെ സന്തോഷത്തോടെ ഇത് നമുക്ക് കിട്ടിയ സുവർണ അവസരമാണെന്നും ബാറ്റ്മാനെ വീഴ്ത്താൻ ഇതിലും പറ്റിയ അവസരം വേറെ കിട്ടില്ല എന്നും ഈ ചെറുക്കനെ കൊന്നാൽ ബാറ്റ്മാൻ വീഴുമെന്നും അങ്ങനെ നമുക്ക് ബാറ്റ്മാനെ കൊല്ലാൻ സാധിക്കുമെന്നും ഗോതം സിറ്റിയെ പിടിച്ചെടുക്കാൻ പറ്റുമെന്നും എല്ലാവരോടും പറയുകയാണ്. എന്നിട്ട് ടാലോണെ നോക്കിയിട്ട് ഇനി ഒന്നും ആലോചിക്കേണ്ടായെന്നും ഈ റോബിനെ കൊന്നുകളയാനും ഗ്രാൻഡ് മാസ്റ്റർ പറയുന്നു. പക്ഷെ ടാലോൺ ആദ്യം അതിന് സമ്മതിക്കുന്നില്ല. മാത്രമല്ല ഈ റോബിനെ താൻ ഇവിടെ കൊണ്ടുവന്നത് തന്റെ പകരക്കാരനാക്കാനാണെന്നും ടാലോൺ ഗ്രാൻഡ് മാസ്റ്ററിനോട് പറയുന്നു. അപ്പോൾ തന്നെ ഗ്രാൻഡ് മാസ്റ്റർ നിന്റെ പകരക്കാരനായി നമുക്ക് വേറെ ആളെ നോക്കാമെന്നും ഇപ്പോൾ ഈ ചെറുക്കനെ കൊന്നുകളയാനും ടാലോണിനോട് പറയുകയാണ്. അത് കേട്ട് ടാലോൺ ഇപ്പോൾ റോബിനെ കൊല്ലാൻ വേണ്ടി റോബിന്റെ അടുത്തേക്ക് ചെന്നതും പെട്ടെന്ന് റോബിന്റെ മുഖത്ത് നോക്കിയപ്പോൾ തന്റെ തന്നെ ചെറുപ്പകാലം ടാലോണിന് ഓർമ്മ വരുന്നു. അപ്പോൾ തന്നെ ടാലോൺ റോബിനെ കൊല്ലാതെ പുറകോട്ട് മാറുകയാണ്. എന്നിട്ട് വേഗം ചാടി ആ കോർട്ട് ഓഫ് ഫൗൾസിലുള്ള ആളുകളെ അറ്റാക്ക് ചെയ്യുകയാണ്. ഇപ്പൊ ടാലോൺ താങ്കൾക്ക് നേരെ തിരിഞ്ഞത് കണ്ട് ആ കോർട്ട് ഓഫ് ഫൗൾസിലുള്ള ആളുകളും പിന്നെ ഗ്രാൻഡ് മാസ്റ്ററും പേടിച്ചോടുന്നു. പക്ഷെ ടാലോൺ അവരുടെ എല്ലാം പുറകെ പോയി അവരിൽ കുറെ പേരെ വളരെ ക്രൂരമായി കൊല്ലുകയാണ്. എന്നിട്ട് ഗ്രാൻഡ് മാസ്റ്ററും തന്റെ ലവറുമായ സാമന്തയുടെ അടുത്ത് വന്ന് താനും ആ റോബിനും ഒരുപോലെയാണെന്നും ഞങ്ങൾ ഒരിക്കലും കോർട്ട് ഓഫ് ഫൗൾസിലുള്ളവരെ പോലെ അല്ല എന്നും പറഞ്ഞ് ടാലോൺ സാമന്തയെ കുത്തിക്കൊല്ലുന്നു. എന്നിട്ട് പിന്നീട് റോബിന്റെ അടുത്ത് വന്ന് താൻ നിനക്ക് വേണ്ടിയാണ് ഇവരെ എല്ലാം കൊന്നതെന്നും നീ ഇതിനെല്ലാം പകരം തനിക്കെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് റോബിനോട് ചോദിച്ചതും റോബിൻ നിനക്ക് ഭ്രാന്താണെന്ന് ടാലോണിനോട് പറയുന്നു. അപ്പോൾ തന്നെ ടാലോൺ നിന്നോട് താൻ ഒരിക്കലും ആ ബ്രൂസിനെ ചതിക്കുവാൻ പറയുകയില്ല എന്നും പക്ഷെ തനിക്ക് അവനെ കൊല്ലാതെ വേറെ വഴിയില്ല എന്നും പറഞ്ഞ് റോബിന്റെ ബോധം കെടുത്തുകയാണ്. പിന്നീട് കുറച്ചു നേരത്തിന് ശേഷം ബോധം വന്ന റോബിൻ കാണുന്നത് തന്നെ ആ ടാലോൺ അവിടെയുള്ള ഒരു ഗ്ലാസ് കൂട്ടിനുള്ളിലാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ തന്നെ ടാലോൺ വന്ന് റോബിനോട് തന്റെ ജോലി തീരുന്നവരെ നീ ഇവിടെ കിടക്കണമെന്നും പിന്നീട് പണിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ താൻ നിന്നെ തുറന്നു വിടാമെന്നും റോബിനോട് പറയുകയാണ്. അപ്പോൾ തന്നെ റോബിൻ നിനക്ക് ഒറ്റയ്ക്ക് ബാറ്റ്മാനെ കൊല്ലാൻ സാധിക്കുമോ എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചതും ടാലോൺ താൻ ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞ് അവിടെയുള്ള ഒരു സ്വിച്ച് അമർത്തിയതും അപ്പോൾ തന്നെ അവിടെയുള്ള കുറെ പെട്ടികളിൽ നിന്നും കുറച്ചു പേർ പുറത്തേക്ക് വരികയാണ്. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ ഗോതം സിറ്റിയെ കീഴടക്കാൻ വേണ്ടി കോർട്ട് ഓഫ് ഫൗൾസ് പരീക്ഷണമൊക്കെ നടത്തി വളരെ പവർഫുള്ളുമായ ഇമ്മോർട്ടലുമായ കുറെ പേരെ ഉണ്ടാക്കിയിരുന്നുവല്ലോ. അപ്പോൾ ആ ആളുകളെ വെച്ച് ബാറ്റ്മാനെ അഥവാ ബ്രൂസ് വെയിനെ ഇപ്പോൾ കൊല്ലാൻ വേണ്ടി പോവുകയാണ് ടാലോൺ. ഈ ആളുകളിൽ 3 പേരെ വെച്ചാണ് അന്ന് മ്യൂസിയത്തിൽ വെച്ച് ബാറ്റ്മാനെ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തിയത്. അപ്പോൾ ഇപ്പോൾ ഇത്രയും പേര് വരുമ്പോൾ ബാറ്റ്മാനെ അവരെ തോൽപ്പിക്കാൻ പറ്റുമോ ആവോ?